അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഒരു കുഞ്ഞു ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വീഡിയോ ഇട്ടത്. ഈ കേക്ക് നോക്കി, നല്ല അടിപ്പം കേക്കല്ലേ, ഞങ്ങളുടെ പിക്ചറൊക്കെ വെച്ചിട്ട് ഏട്ടൻ മേടിച്ചതാട്ടോ, ഓൺലൈനിൽ വാങ്ങിച്ചതാണ്. കേക്ക് കാണാൻ തന്നെ നല്ല ലുക്കായിരുന്നു. ഇതിൻ്റെ ഫ്ലേവറിനെ കുറിച്ചാണ് അതിൽ കൂടുതൽ പറയേണ്ടത്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. സാധാരണ നമ്മൾ മേടിക്കണ ക്രീം കേക്ക് അങ്ങനെയൊന്നുമല്ല, കണ്ടു കഴിഞ്ഞാൽ ഫ്ലം കേക്ക് പോലെ തോന്നുമെങ്കിൽ പോലും അതുമല്ല, നല്ല അടിപ്പനായിരുന്നു കേട്ടോ. ക്രീമൊന്നും ഇല്ല കേട്ടോ, ഒരു ഡാർക്ക് ഷെയ്ഡ് പോലെയായിരുന്നു. പക്ഷേ ടേസ്റ്റ് നല്ല ടേസ്റ്റായിരുന്നു. കണ്ടു കഴിഞ്ഞാൽ ഇതിങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് നോക്കും. പക്ഷേ കഴിച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ, നല്ല അടിപ്പൻ ടേസ്റ്റായിരുന്നു കേട്ടോ. ഞാൻ മിക്കവാറും എനിക്ക് ഈ ടേസ്റ്റ് ഇഷ്ടമായിട്ടോ. ഇനി ഈ കേക്ക് ഞങ്ങൾ വാങ്ങിക്കോളൂ. നല്ല കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് എല്ലാവരും കേക്കൊക്കെ മുറിച്ച് കുറച്ച് എല്ലാവരും തന്നട്ടോ. ഞാൻ ആദ്യം ഓർത്തത് കൊച്ചുങ്ങൾക്ക് ഈ സാധനം ഇഷ്ടമാവില്ലെന്ന് ഓർത്തല്ലോ. പക്ഷേ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായിട്ടോ. ഈ ഗോതമ്പ് പൊടിയാണോ മൈദയാണോ അങ്ങനെ എന്തോ, വേറെ മൈദ ഏതോ എനിക്ക് തോന്നല്ല കേട്ടോ. പക്ഷേ സാധനം നല്ലതായിരുന്നു. ഇതിൻ്റെ എന്ത് പേര് പറഞ്ഞു, പക്ഷേ ഞാൻ മറന്നു പോയിട്ടോ. പക്ഷേ അടുത്ത സാധനം വന്നു. ഇപ്പോൾ ഫേസ്ബുക്കിലും എല്ലാത്തിലും ഇതിൻ്റെ ഇത് കാണണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ നമ്മൾ മേലിൽ തിരി കത്തിക്കുമ്പോൾ ആ മേലിലെ പേപ്പർ കത്തി മാറിയിട്ട് നമ്മുടെ ഫോട്ടോ വൻ അങ്ങനത്തെയൊക്കെ ഉണ്ടായിട്ടോ. പക്ഷേ സാധനം നല്ല അടിപ്പനാട്ടോ. എല്ലാവരും വാങ്ങിച്ചു നോക്കണം കേട്ടോ. ഞാൻ എൻ്റെ പേര് ഇതിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. നല്ല സാധനം കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഗിഫ്റ്റൊക്കെ തന്നു. എനിക്ക് തന്ന ഗിഫ്റ്റിലൊരു പ്രത്യേകതയുണ്ട്. അവളും ഞാനും കൂടി ഇന്നലെ പോയി വാങ്ങിച്ചത്. അവൾ എന്നെ കൊണ്ടുപോയാണ് എനിക്കുള്ള ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു തന്നെ, എനിക്കുള്ള ഡ്രസ്സൊക്കെ. പക്ഷേ ഏട്ടൻ്റെ എല്ലാം സർപ്രൈസ് ആയിരുന്നു കേട്ടോ. പക്ഷേ അവൾ എന്നെ ഇന്നലെ കൊണ്ടുപോയിട്ട് എനിക്കിഷ്ടപ്പെട്ട സാധനങ്ങൾ അവൾ എടുത്തു തന്നതാട്ടോ. അപ്പോൾ ഷിൻചേട്ടൻ സാഞ്ചേട്ടൻ സർപ്രൈസായിട്ടൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഈ ടീഷർട്ട് കൊടുത്താൽ കൂടാതെ വേറൊന്നും കൂടിയുണ്ട്. പക്ഷെ അതാണ് ശരിക്കും ഞങ്ങൾ നിർത്തിയത്. അവർ രണ്ടുപേരും കൂടി ഫോട്ടോസ് അല്ലത്, ഒരെണ്ണം ബർത്ത്ഡേക്ക് എടുത്തും പിന്നെ ഒരെണ്ണം ഞങ്ങൾ ടൂർ പോയപ്പോൾ എടുത്ത ഫോട്ടോ കൂടി വെച്ചിട്ട് അതൊരു ഫ്രെയിം ആക്കി കൊണ്ടുവന്നേക്കും കേട്ടോ. അപ്പം അത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. ഒരെണ്ണം അവിടെയും വെക്കാൻ, ഒരെണ്ണം ഇവിടെയും വെക്കാൻ കേട്ടോ. പക്ഷെ ഇത് അടുപ്പനായിരുന്നു കേട്ടോ. പക്ഷേ ഇത് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ബർത്ത്ഡേ സെലിബ്രേഷൻ അങ്ങനെയൊക്കെ നടന്നു. പിന്നെ ഞങ്ങൾ മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ ആ പിള്ളേരായാലും കൂടിക്കഴിഞ്ഞാൽ പിന്നെ അവർ കളിയും കാര്യങ്ങളായിട്ട് അവരുടെ കാര്യങ്ങൾ നടക്കുമല്ലോ. അങ്ങനെ ഒരു കുഞ്ഞ് സെലിബ്രേഷൻ മൂഡായിരുന്നു കേട്ടോ. പക്ഷേ നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള